പണ്ട് നമ്മളിൽ ചിലർ പള്ളിക്ക് വന്നിരുന്നില്ല. എന്തിരുന്നു അറിയൂ? പള്ളിക്കൊക്കെ എന്നാ വരിസംഖ്യ ചോദിക്കും, കൊടുക്കാൻ നിവൃത്തിണ്ടായിരുന്നില്ല. ആൾക്കാരെ മുമ്പിൽ മാനം കിട്ടുമോന്ന് വിചാരിച്ചിട്ടാ വരാതിരുന്നത്. ഇപ്പൊ നമ്മൾ പള്ളിക്ക് വരുന്നില്ല. എന്താ കാരണം എന്നറിയോ? നമ്മളെ പ്രസിഡന്റ് ആക്കാത്തതിന്റെ വൈരാഗ്യത്തിന. പണ്ടത്തെ നമ്മൾ തന്നെയാണ് ഇപ്പോഴും. ഇപ്പൊ എന്തുണ്ടായി? ഇപ്പൊ 3-4 മക്കൾ ഗൾഫിൽ പോയി, എസ്റ്റേറ്റായി, ബംഗ്ലാവായി, വില കൂടിയ വണ്ടിയായി, പൈസയായി. ഇപ്പൊ പള്ളിക്ക് വരാത്തത് പ്രസിഡന്റ് ആക്കായിട്ടാ, സെക്രട്ടറി ആക്കായിട്ടാ. പണ്ട് വരാതിരുന്നതോ? നമ്മളെ തല ഉയർന്നത് റബ്ബ് അനുഗ്രഹം തന്നപ്പോഴാണ്. അപ്പോ പള്ളി മിമ്പറിൽ നിന്ന് കേൾക്കുന്നത് പലതും നമുക്ക് ദഹിക്കാത്തതായിരുന്നു, നമുക്ക് പിടിക്കാത്തതാണ്. കുറച്ചെന്തോ കിട്ടി. അപ്പൊ പാറ കണ്ടോടത്ത് കൈക്കോട്ട് വെച്ച് പണി നിർത്തിപ്പോയവനെ പോലെ. എന്താ ഉദാഹരണം എന്നറിയങ്ങള്? പാറ കണ്ടിടത്ത് കൈക്കോട്ട് വെച്ച് പണി നിർത്തിപ്പോയവനെ പോലെ അത്രയും കാലമുണ്ടായിരുന്ന ഈമാനും തഖ്വയും എല്ലാം ഒഴിവാക്കിയിട്ട് ഇത് നമുക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോയ ആളുകളെ നിങ്ങൾ കാണുന്നില്ലേ മുസ്ലിമീങ്ങളെ എന്ന് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാ ചോദിക്കണത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ആ ആയത്ത് ഇനി ഞാൻ അധികം പറയേണ്ടതില്ല. അപ്പോ ഇങ്ങോട്ട് പള്ളിയോട്, മതസംരംഭങ്ങളോട്, പടച്ചവനോട് കൂടുതൽ അടുക്കാനാവണം റബ്ബ് നൽകിയ നിഅമത്തുകൾ കാരണമാവേണ്ടത് എന്നതാണ് ഈ പറഞ്ഞു വന്നത്. അതായത് കാലിനൊരു ഒടിവ് സംഭവിക്കുന്നത്. വെറുതെ ഒരു എക്സാമ്പിൾ പറയാം. ഇന്ന് അസറിന് കേട്ട നാട്ടുകാരത് കേട്ടിട്ട് ഇന്ന പിന്നെ എന്തെങ്കിലും പറയുമെന്ന് എനിക്ക് പേടിയില്ല. ഇന്ന് അസറിന് കേട്ട ഒരു സംഭവം എന്താ അറിയോ? അസർ ജമാഅത്ത് കഴിഞ്ഞിട്ട് സലാം വീട്ടിയിട്ട് ഞാൻ സുബ്ഹാനല്ലാഹ് തുടങ്ങണുള്ളൂ. അപ്പോഴത്തെ ബാക്കിൽ നിന്ന് ഒരാൾ പറയാണ്, നിസ്കരിക്കുമ്പോ മാത്രമേ മൂപ്പരിക്ക് നേരിക്ക് കാല് മടക്കി ഇരിക്കാൻ പറ്റാത്തുള്ളൂ, ഇപ്പത്തെ നല്ല ഉസാറായിട്ട് മടക്കി ഇരിക്കുന്നുണ്ടല്ലോ. ഇന്ന് അസറിന് കേട്ടതാണ്, എന്റെ പള്ളിയിൽ കേട്ടതാണ്. നിങ്ങളതൊന്ന് സാവധാനം പറഞ്ഞാണ്. നിസ്കരിക്കുമ്പോ മാത്രം കാല് മടങ്ങണില്ല, നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കിലേക്ക് തിരിഞ്ഞിരുന്നപ്പോ കാല് നല്ലോ മടങ്ങുന്നുണ്ട്. അത് ശരിയാണെങ്കിൽ അല്ലാഹു ആക്കട്ടെ, ഞാൻ നിങ്ങൾ ചുണ്ട് കൈവച്ച് ചങ്ങായി പറയുന്നു പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിപ്പോന്നു.